ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈദ് വ്ളോഗാണ് കേട്ടോ. പെരുന്നാൾ വിശേഷങ്ങളാണ്. അപ്പം നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, പക്ഷെ ഇപ്പോഴാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയത്. അപ്പം നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതുമാത്രമല്ല, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതെൻ്റെ ചാനലിലെ ആദ്യത്തെ വ്ളോഗും കൂടിയാണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ എണീറ്റു. നമ്മുടെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് കിച്ചണിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാലോ, പെരുന്നാളാണ്, എല്ലാ പണികളും നേരത്തെ കഴിക്കണം. നമുക്ക് ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ പണികളും ഫാസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ അധികം വീഡിയോസൊന്നുമില്ല, കുറച്ച് എടുക്കാൻ, അങ്ങനെ എടുത്തുതരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തിരക്കുമാണ്, നമ്മൾ ഒറ്റയ്ക്ക് എടുക്കേണ്ടത്. അതുകൊണ്ട് ഒരു ഇതിൽ കുറച്ച് വീഡിയോ ആഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ അത്. അപ്പം നമ്മുടെ പെരുന്നാൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ ഫുഡ് എന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാ ചോറായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മിക്ക പെരുന്നാൾക്കും നമ്മൾ സാധാ ചോറാണ് ഉണ്ടാക്കാറ്. അതും നോമ്പ് കഴിഞ്ഞിട്ടുള്ള പെരുന്നാൾക്ക് നമ്മൾ സാധാ ചോറാണ് ഉണ്ടാക്കാറ്. കാരണം നമ്മൾ ഈ 30 ദിവസം ചോറ് അങ്ങനെ കഴിക്കലില്ല. ഈ നോമ്പറക്കുമ്പോഴുള്ള ആ ഒരു കടിയും കാര്യങ്ങളൊക്കെയാണ് അത്താഴത്തിനൊക്കെ കഴിക്കാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെരുന്നാളിന് ഈ ഒരു സാദാ ചോറ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ മിക്ക പെരുന്നാൾക്കും നമ്മൾ സാദാ ചോറ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാറ്. അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്താണ്, കുമ്പളങ്ങയും ചേനയും കറി, പിന്നെ ചിക്കൻ പൊരിച്ചത്, പയറുപ്പേരി, ബീഫ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു, ഒക്കെ പള്ളിയിൽ നിന്ന് വന്നു. അതിന് ശേഷം മിഷ്മോനെയും ഏസുമോളൊക്കെ എണീച്ച് ഫ്രഷായി. അവരെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളിയാഴ്ച ആയിരുന്നല്ലോ പെരുന്നാൾ. അപ്പോൾ ജുമാൻ്റെ മുമ്പായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പെരുന്നാൾക്കും പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഫുഡ് കഴിക്കുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം 2 തവണ പള്ളി പോകേണ്ടതുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ജുമാക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡിയായി, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഇക്ക പള്ളിയിൽ പോയി. നമ്മൾ പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നു. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങി കുറച്ചൊരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മൾ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ റെഡിയായി. പുറത്ത് വേറെ ഒടുക്കുമല്ല, നമ്മൾ ഇക്കാൻ്റെ ഫാമിലീസിലൊക്കെ ഒന്ന് എല്ലാ പെരുന്നാൾക്കും പോവാറുണ്ട്. അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ നമ്മൾ കർമ്മയ്ക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഇതിലില്ല, പറഞ്ഞുതരാൻ കാരണം, അങ്ങനെ നമ്മൾ ഇക്കാൻ്റെ അമ്മായിൻ്റെ വീട്ടിലേക്കും പിന്നെ പെങ്ങളെ വീട്ടിലേക്കും ജ്യേഷ്ഠന്മാരുടെ വീട്ടിലേക്കൊക്കെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നൊക്കെ നമ്മൾ വയറ് ഫുള്ളും ചായയൊക്കെ കുടിച്ചു. അവരുണ്ടാക്കിയ പലഹാരം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം നമ്മൾ ഇക്കാൻ്റെ ജ്യേഷ്ഠന്മാരെ മക്കളായിട്ട് കർമ്മയ്ക്കൊന്ന് പോയി. പക്ഷേ അവിടെ എത്തിയപ്പം ഭയങ്കര തിരക്ക്, പോവണ്ട എന്നായിപ്പോയിട്ടോ. ഭയങ്കര ബ്ലോക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളങ്ങനെ പെരുന്നാൾക്ക് പോവാറില്ല. നമ്മൾ ഫാമിലീസിൽ പോകാമെന്നല്ലാതെ എങ്ങനെ പോകലില്ല. പക്ഷേ ഇത് കുട്ടികളൊക്കെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ച് പോയതായിരുന്നു. പക്ഷേ ഇരിക്കാനും നിൽക്കാനും കെടുക്കാനും സ്ഥലമില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് കട ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തന്നെ വന്നു, കുട്ടികളാക്കി കൊടുക്കാൻ. പിന്നെ അവിടുന്ന് കുറച്ച് പടക്കൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ തന്നെ തിരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈദ് വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.